നമസ്കാരം. കഴിഞ്ഞ ദിവസം ദിലീപ് കുറ്റക്കാരനായ കേസിൻ്റെ കോടതി വിധി വന്നു. അപ്പം ഒരുപാട് ആൾക്കാർ അതിനെപ്പറ്റി അനുകൂലിച്ചും പ്രതികൂലിച്ചൊക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ട്. കാരണം ഇത് വർഷങ്ങളായിട്ട് നടക്കുന്നൊരു കേസാണ്. എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയത്തില്ല. 8-8.5 വർഷം കൊണ്ട് നടക്കുന്ന കോടതി കേസ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദിലീപ് എന്ന് പറയുന്നൊരു വ്യക്തി വളരെ ഫേമസ് ആയ ഒരു നടനാണ്. രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും അല്ലെങ്കിൽ എല്ലാ സിനിമാ ഫീൽഡിലും വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തി. എതിർഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരും ഒട്ടും മോശക്കാരൊന്നുമല്ല. എന്നിട്ട് പോലും ആൾക്കാരെയൊക്കെ പിടിച്ചു, പോലീസ് അറസ്റ്റ് ചെയ്തു, തെളിവുകളൊക്കെ ഹാജരാക്കി കോടതി വാദിക്കാൻ ആൾക്കാരുണ്ടായിട്ട് പോലും ഈ ഒരു കേസ്, അതായത് ഒരുപാട് ന്യൂസ് ചാനലൊക്കെ പ്രൈം ടൈം ന്യൂസായിട്ട് ഓടിക്കൊണ്ടിരുന്ന, ചർച്ച ചെയ്യപ്പെട്ട, വളരെയധികം സോഷ്യൽ മീഡിയയിലൊക്കെ പ്രശ്നം ഉണ്ടാക്കി ഈ ഒരു ന്യൂസിൻ്റെ വിധി വരാൻ ഏകദേശം 8-8.5 വർഷം എടുത്തു. 2017 അധികണ്ട് ഉണ്ടായ സംഭവത്തിൻ്റെ വിധി വരുന്നത് 2025 ഡിസംബർ ലാസ്റ്റ് ഈ ഒരു സമയത്തേക്കാണ് വരും. അപ്പോൾ ഒരു സാധാരണപ്പെട്ട ഒരുത്തൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, ഞാനിങ്ങനെ കോളേജിലോട്ട് പോകുന്ന സമയത്ത് തൊട്ടടുത്തൊരു ജംഗ്ഷനിൽ ഒരു മനുഷ്യൻ എൻ്റെ കൂടെ ബൈക്കിൽ ചിലപ്പോൾ ലിഫ്റ്റ് ചോദിക്കുമായിരുന്നു. അപ്പം ഞാൻ കൊണ്ടുവന്ന് ടൗണിൽ കൊണ്ട് ഈ മനുഷ്യനെ കൊണ്ടിറക്കും. ചിലപ്പം പിന്നെ എന്നും എൻ്റെ കൂടെ തന്നെ അയാൾ വരുന്ന തുടങ്ങി. അപ്പോൾ ഒരു ദിവസം ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ ടൗണിൽ എവിടെയെങ്കിലും ജോലി ചെയ്യുവാണോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, അല്ല, ഞാൻ ജോലി ചെയ്യുവല്ല. പിന്നെ എന്താ എന്നും ടൗണിൽ വരുന്നത് വെച്ചാൽ പറഞ്ഞു, ആ മനുഷ്യൻ്റെ അമ്മയെ പണ്ട് എന്നോ ഒരു ലോറി ഇടിച്ചതിൻ്റെ ഇതിൽ അമ്മ ആശുപത്രിയിലായി മരിച്ചു. അപ്പം വക്കീൽ വന്നിട്ട് പറഞ്ഞു, ഇത് കേസിന് പോയി കഴിഞ്ഞാൽ ഏകദേശം അയാൾക്കൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തുക കിട്ടും. അന്നത്തെ എത്ര ലക്ഷങ്ങൾ കിട്ടുമെന്നാണ് പറഞ്ഞത്. ആ ലക്ഷങ്ങൾ കിട്ടാൻ എന്നുള്ള ഒരു ഇതിൽ ഇയാൾ എന്നും കോടതി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നും എല്ലാ ദിവസവും രാവിലെ അയാളുടെ റൊട്ടീൻ, ഞാൻ രാവിലെ എഴുന്നേൽക്കുക, കോടതി പോവുക, കോടതി പോയി വക്കീലിനെ കാണുക, എന്തായി കേസിൻ്റെ സ്റ്റാറ്റസ് ചോദിക്കുക, ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ കോളേജ് പഠിത്തം കഴിഞ്ഞു, ഗൾഫിൽ വന്നു, ജോലിയായി, കല്യാണം കഴിച്ചു, എനിക്കൊരു മകളുണ്ടായി. ഞങ്ങൾ നാട്ടിൽ അത് കഴിഞ്ഞപ്പോഴോ വെക്കേഷൻ ചെന്ന് ടൗണിൽ നിൽക്കുമ്പോൾ ഈ മനുഷ്യനെ വീണ്ടും കണ്ടു. ഞാൻ ചോദിച്ചു, എന്തുവായി കാര്യം വെച്ചാൽ പറഞ്ഞു, ഇല്ല, ഉടനെ വിധി ഉണ്ടാവും എന്നാണ് പറയുന്നത്. ആ ലക്ഷങ്ങൾ മോഹിച്ചിരുന്ന കാരണം ആ മനുഷ്യൻ്റെ ജോലിക്ക് പോയില്ല. അത് അയാളുടെ തെറ്റ്. ഞാൻ പറഞ്ഞേ, ഒരു സാധാരണക്കാരൻ്റെ ഒരു അവസ്ഥ. ഇതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരും കോടതിയിൽ കേസിലൊന്നും പോകാതെ ഒത്തുതീർപ്പാക്കാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നമില്ലാതെ പോട്ടെ എന്ന് കരുതി പോകുന്നു. ഫേമസ് ആയ ആൾക്കാരുടെ പോലും വിധി വരാൻ ഇത്രയും താമസിക്കുമെങ്കിൽ സാധാരണക്കാരൻ്റെ ഒരു വിധി വരാൻ എന്തോരം താമസിക്കുമെന്നൊന്ന് ആലോചിച്ച് നോക്കി.